എന്തൊക്കെയാ ഇപ്പം നാട്ടിൽ നടക്കുന്നത്? ഗുണ്ടാ വിളയാട്ടം. ഇന്നലെ നമ്മൾ കണ്ടതാണ്. അലുവ അതുൽ എന്ന് പറഞ്ഞ ഗുണ്ടയെ വേറൊരു സംഘം ഗുണ്ടകൾ വന്ന് കാറ് ഇടിച്ചിട്ട് വലിച്ച് പുറത്തിറക്കി വെട്ടിക്കൂട്ടുന്നത് പട്ടാപ്പകൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിയാക്ടിങ് ടു റിയാക്ഷൻ വീഡിയോ ആണ്. എന്തായാലും സംഭവം ജാമ്യത്തിൽ ഇറങ്ങിയ ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊന്നു. കൊല്ലത്താണ് സംഭവം. ഓക്കെ, കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് സംഭവം. ജിം സന്തോഷ് വധക്കേസ് പ്രതി ആലുവ അതുലാണ് കൊല്ലപ്പെട്ടത്. എന്തായാലും ഗുണ്ടാ വിളയാട്ടം കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആൾക്കാരെയൊക്കെ പിടിച്ചെന്ന് കേട്ടു. അതേപോലെ തന്നെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കൂടിപ്പകയാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 2025 മാർച്ചിലാണ് ജിം സന്തോഷ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ആലുവ അതുലിനെ പിന്നീട് പോലീസ് പിടികൂടുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഒരാൾ ചത്തിട്ടുണ്ട്. കൊല്ലത്ത് നടന്ന കൊലപാതകം കേസ് പ്രതികളെ കോട്ടയം മുരിക്കുംവലയിൽ നിന്ന് പിടികൂടി. അപ്പൊ എന്തായാലും നല്ല കാര്യം, ആളുകളെയും പിടികൂടിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വിഷയം, ചർച്ചാ വിഷയം. നമുക്ക് എന്തായാലും സീക്രട്ട് ഏജന്റ് അതിനെ കുറിച്ച് പറയുന്നതെന്ന് കേട്ട് നോക്കാം. ഹൈവേ പണി നടക്കുന്ന സ്ഥലത്ത് വെച്ച് അവസ്ഥയുടെ ഫെയിലായത് ഇവിടുത്തെ പോലീസ് സിസ്റ്റം, ഫെയിലായത് ഇവിടുത്തെ ഇൻ്റലിജൻസ്. ഇങ്ങനത്തെ ഗുണ്ടാ ഗ്യാങ്ങുകൾ അവരുടെ പക ഏത് രീതിക്കൊക്കെ കേരളം പോകണമെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇവൻ ആദരാഞ്ജലികൾ പറഞ്ഞ് കുറേ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഞാൻ കണ്ടു. ഇത് ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ സ്ക്രീൻഷോട്ടാണ്. ഇതിൽ മിനിറ്റുകൾ വെച്ച് ഫോളോവേഴ്സ് കയറുന്നു. ഈ ഗുണ്ടകൾക്ക് മിനിറ്റ് വെച്ച് ഫോളോവേഴ്സ് കയറുന്നു. ഇനി ഫോളോവേഴ്സ് കയറിയിട്ട് എന്തൊരു തേങ്ങയ്ക്കാണോ? കേരളത്തിലെ ചില മലയാളികൾ കൊടുക്കുന്ന ഒരു ആരാധന കാണുമ്പോൾ തന്നെ സത്യത്തിൽ ഒരു ഞെട്ടൽ വരികയാണ്. ഇവൻ എന്തിനാ ആദരാഞ്ജലികൾ പറയുന്നത്? ജിം സന്തോഷ് എന്ന് പറഞ്ഞ വേറൊരു ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൂട്ടി ആ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഒരുത്തനാണ് ഈ അലുവ അതുൽ. ആ ഇറങ്ങിയതിനു ശേഷം വേറെ ഇവനെ വെട്ടിക്കൊന്നു. എന്തൊക്കെയാണ് നടക്കുന്നത് കേരളത്തിൽ? നിങ്ങൾ ആലോചിക്കണം, കേരളത്തിൽ വേറെ എന്ത് കേസാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വർഷത്തിൻ്റെ ഉള്ളിലൊന്നും ജാമ്യം കിട്ടില്ല. പക്ഷെ ഒരുത്തനെ വെട്ടിക്കൂട്ടി കൊന്ന ഒരു ഗുണ്ടയ്ക്ക് ഇവിടെ ഈസി ആയിട്ട് ജാമ്യം കിട്ടുന്നുണ്ട്. സംഭവം അവന്റെ സമയം തീരാറായി കാണും. അതുകൊണ്ടായിരിക്കും അവന് പെട്ടെന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നിട്ട് പരലോകത്ത് പോയത്. അവിടെ തന്നെ നമ്മൾ പേടിക്കണം ജീവിക്കാൻ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊരു കഥ ഉണ്ട്. ആ കഥയിലേക്ക് നമുക്ക് പോവാം. ആദ്യം ഞാനിവിടെ ഒന്ന് വയ്ക്കാം. ഓക്കെ, നമുക്കൊരു കഥ കേട്ടിട്ട് വരാം. ഗുണ്ടാ കുടിപ്പക എന്നുള്ളത് കേരളം പതിറ്റാണ്ടുകളായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. അത്തരത്തിലൊരു കുടിപ്പക തന്നെയാണ് ഇന്ന് നമ്മൾ ഈ കണ്ട കൊലപാതകത്തിലേക്ക് നയിച്ചത്. അത് ഇന്നലെയോ അല്ലെങ്കിൽ 2-3 മാസങ്ങൾക്ക് മുമ്പോ തുടങ്ങിയതല്ല. ഏതാണ്ട് പോലീസിന്റെ കണക്കനുസരിച്ച് അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയൊക്കെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് 13 വർഷത്തെ പഴക്കമുണ്ട് ഇന്ന് ഈ കൊലയിലേക്ക് എത്തിയ ഗുണ്ടാ കുടിപ്പകയ്ക്ക് എന്നുള്ളതാണ്. അതായത് കൊല്ലം കേന്ദ്രീകരിച്ചുള്ള 2 ഗുണ്ടാ സംഘങ്ങൾ. ഒന്ന് കരുനാഗപ്പള്ളി സംഘം എന്നറിയപ്പെടുന്നു. ആ സംഘത്തിന്റെ തലവനായിരുന്നു ജിം സന്തോഷ് എന്നറിയപ്പെടുന്ന സന്തോഷ് കുമാർ. ആ ജിം സന്തോഷാണ് കഴിഞ്ഞ വർഷം 2025 മാർച്ച് 27 കൊല്ലപ്പെട്ടത്. അതായിരുന്നു കരുനാഗപ്പള്ളി സംഘം. ആ സംഘത്തിന്റെ എതിരാളി സംഘമാണ് ഓച്ചിറ, ഇപ്പം ഇന്ന് കൊല്ലപ്പെട്ട അതുൽ ഉൾപ്പെടുന്ന ഓച്ചിറ സംഘം. അത് ഒരു ഓച്ചിറയിലുള്ള. അപ്പൊ എന്തായാലും 2 ഭാഗത്തുള്ള സംഘങ്ങളും കൂടെ ചേർന്നു, 2 സൈഡിലുള്ള നേതാക്കളും ചത്തു. ഇനി അണികളെ ആര് കൊണ്ടുപോകും? ആര് മുന്നോട്ട് വരും അവരെ നയിക്കാൻ? വിനോദ് എന്ന പേരിലുള്ള ഒരാളായിരുന്നു അതിന്റെ നേതാവ് എന്നുള്ളതുമാണ് പോലീസിന്റെ ക്രൈം ഫയലുകൾ പറയുന്നത്. അപ്പം ഈ ജിം സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള കരുനാഗപ്പള്ളി സംഘവും വിനോദിന്റെ നേതൃത്വത്തിലുള്ള ഓച്ചിറ സംഘവും, ആ 2 സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ഇന്നത്തെ കൊലപാതകത്തിലേക്ക് എത്തിയത്. ഈ കുടിപ്പകയുടെ തുടക്കം എന്ന് പറയുന്നത് ഇന്നത്തെ കൊലപാതകത്തിലും പ്രതിയായിട്ട് സംശയിക്കുന്ന ഒരു അനീർ എന്ന് പറയപ്പെടുന്ന ഒരു ഗുണ്ടാ സംഘാംഗമുണ്ട്. ആ അനീറാണ് ഈ 2 സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയ്ക്ക് തുടക്കമിടുന്നത്. അത് 2013 2013 അനീർ ഈ ഓച്ചിറ സംഘത്തിന്റെ തലവനായിട്ടുള്ള വിനോദിനെ വീട്ടിൽ കയറി അടിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. അതിന്റെ വൈരാഗ്യമാണ്, അവിടെയാണ് കുടിപ്പകയ്ക്ക് തുടക്കമാകുന്നത്. അതിനുശേഷം പലതവണ ഇരു സംഘങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകയും കുത്തുകയും ചെയ്തിട്ടുണ്ട്, പരസ്പരം അടിച്ചിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ കേസുകളുണ്ട്. അത് ഏതാണ്ട് ഒരു 8-9 വർഷം നീണ്ടുപോയി. ഏറ്റവും ഒടുവിൽ അങ്ങനെ ആ വെട്ടിയും കുത്തിയും ഒക്കെ തന്നെ മടുത്തു കഴിഞ്ഞ് എപ്പോഴും നടക്കുന്ന സംഭവമാണെന്ന് വെട്ടിയും കുത്തിയും. അപ്പൊ പോലീസ് പോലീസ് ഇവിടെ നോക്കുകുത്തിയാവുകയാണ്. 2023 നവംബർ ആയപ്പോഴേക്കും
ഈ ജിം സന്തോഷ്, കരുനാഗപ്പള്ളി സംഘത്തിന്റെ തലവനായിട്ടുള്ള ജിം സന്തോഷ് തന്നെ നമുക്കിനി ഇതെല്ലാം അവസാനിപ്പിക്കാം, പരസ്പരം ചർച്ച ചെയ്ത് ഒത്തുതീർപ്പാക്കി പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാം എന്നൊരു പരിഹാര ഫോർമുല മുന്നോട്ട് വെച്ചു. അത് വിശ്വസിച്ച് ഈ ഓച്ചിറ സംഘം ജിം സന്തോഷ് പറഞ്ഞ സ്ഥലത്തേക്ക് ചർച്ചയ്ക്കെത്തി. പക്ഷേ അത് ജിം സന്തോഷ് ഒരു കെണിയായിരുന്നു, ചതിയായിരുന്നു. അവിടെ വെച്ച് ജിം സന്തോഷ് ഈ ചർച്ചയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഭാവിച്ചിട്ട് അതിനിടയിൽ ഈ ചർച്ചയ്ക്ക് വന്ന ഓച്ചിറ ടീമിന്റെ ആളുകളെ കുത്തി. അങ്ങനെ ഒരു തരത്തിലാണ് അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷേ ആ കുത്ത് കഴിഞ്ഞതോടുകൂടി ഇനി വെട്ടും കുത്തുമല്ല, അതിനപ്പുറത്തേക്ക് കൊന്നു തീർക്കുന്ന പകയിലേക്ക് ഈ രണ്ട് സംഘങ്ങൾ തമ്മിൽ വളരുകയാണ് ചെയ്തത്. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ജിം സന്തോഷ് തന്നെയായിരുന്നു. പക്ഷെ ആ കുത്തുകേസിൽ ജിം സന്തോഷിനെ പോലീസ് പിടിച്ചു, ജയിലിലായി. അതിനുശേഷമാണ് 2025 ഏതാണ്ട് ഫെബ്രുവരി മാസത്തോടുകൂടി മാത്രമാണ് ജിം സന്തോഷ് പുറത്തിറങ്ങുന്നത്. പക്ഷെ പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ സന്തോഷിനറിയാം തന്റെ പിന്നാലെ തന്റെ എതിരാളി സംഘം വരും, ഏതു നിമിഷം വേണമെങ്കിലും തന്നെ കൊലപ്പെടുത്താം എന്നുള്ളത്. അങ്ങനെ പേടിയുള്ളത് കൊണ്ടും മുൻകരുതലുള്ളത് കൊണ്ട് തന്നെ ജിം സന്തോഷ് സ്വന്തം വീട്ടിൽ നിന്ന് ഭാര്യയും മക്കളെയും മാറ്റി അമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ആ വീട്ടിലും വരുന്ന വഴിയിലുമൊക്കെ തന്നെ CCTV ക്യാമറ അടക്കം വെച്ച് വലിയ പേടിച്ചാണ് കഴിഞ്ഞു പോകുന്നത്. വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈ എന്നൊക്കെയുള്ള സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഗുണ്ട. അതെ അതെ, ഗുണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളെയൊക്കെ പിരിഞ്ഞ് ഗുണ്ടയായത് കൊണ്ട് ഭാര്യയും മക്കളെയൊക്കെ വീട്ടിൽ കൊണ്ടുവിട്ട് CCTV എല്ലാം ഫിറ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ പേടിച്ചകത്തിരുന്നാണ് ഗുണ്ട നേതാവ് ജീവിച്ചു കൊണ്ടിരുന്നത്. മക്കളെയും ഗുണ്ടാപ്പാക്കി. ഇത് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊല്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഇറക്കേണ്ടി വരും. അതെ അതെ, കൊല്ലത്തിന്റെ തട്ട് താണു തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴും താണുകൊണ്ടിരിക്കുകയാണ്. ചെറിയ പപ്പടത്ത് മുതൽ അടി മുതൽ കുത്ത് കൊലപാതകം വരെ കൊല്ലം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു സിനിമാ കഥ കേൾക്കുന്നത് പോലല്ലേ ഇങ്ങനെയാണ് കേരളത്തിലെ ഗുണ്ടാ സംഘങ്ങൾ വളരുന്നത്. അവരുടെ വളർച്ച എന്താണ്? ഗുണ്ടാ സംഘങ്ങൾ വളരുന്നത് ഒന്ന് പലിശയ്ക്ക് കൊടുപ്പ്, ബ്ലേഡ് വട്ടി പലിശയ്ക്ക് കൊടുപ്പ്, ഇവർ തീറ്റിപ്പോറ്റുന്നത്. ഈ ബ്ലേഡ് വട്ടി പലിശയ്ക്ക് കൊടുപ്പ് ആരാ ചെയ്യുന്നത്? പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇവിടെ. അതെ 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 അതെ, ഫിനാൻസുകാർ. ഇവര് ഇങ്ങനെ വട്ടി പലിശ കൊടുക്കും, തിരിച്ചു ചോദിക്കുമ്പം കിട്ടിയില്ലെങ്കിൽ ഇതേപോലുള്ള കുറച്ച് ഗുണ്ടാ ആൾക്കാർക്ക് കുറച്ച് പൈസ കൊടുത്ത് അതിനെ തിരിച്ചെടുക്കുന്നു. അപ്പം ഇവർക്ക് ഇതൊരു തൊഴിലായി കുറച്ചു പേര് കൂടി 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 ഇങ്ങനെ ഗുണ്ടകൾ കൂടുന്നു. അവരുടെ അണ്ടറിൽ പിന്നെ പിരിവ്, ഫ്ലാറ്റിൽ നിന്ന് പിരിവ്, സ്പായിൽ നിന്ന് പിരിവ്, അങ്ങനത്തെ കുറേ ഐറ്റങ്ങൾ. ഈ ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിക്കുന്നത് ആരാ അവിടെ? ഞാൻ എല്ലാ പോലീസുകാരെയും പറയുന്നില്ല. അതെ, പാർട്ടിക്കാരും ഗുണ്ടാ നേതാക്കളെയൊക്കെ തീറ്റി പോറ്റുന്നു. എന്നാൽ പോലീസുകാരുടെ ഇടയിൽ തന്നെയുള്ള ഗുണ്ടകൾ, പോലീസ് ഗുണ്ടകൾ, അവർ തീറ്റിപ്പോറ്റുന്ന, അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന, അവർ വളർത്തുന്ന ലോക്കൽ ഗുണ്ടകൾ. പോലീസുകാര് ഗുണ്ടകൾ തീറ്റിപ്പോറ്റി വളർത്തുന്നു? എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്? ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ പിണറായി ഗവൺമെൻറ് ഈ ഒരു ആഭ്യന്തരം വെച്ച് ഉണ്ടാക്കിയ ഏറ്റവും ഡേഞ്ചറസ് ഫേസ് ഇതാണ്. നമുക്ക് ഒരു ഇൻ്റലിജൻസ് സിസ്റ്റം വേണം. ഇപ്പോൾ ഗുണ്ടകൾ അവരുടെ ക്രൈം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ക്രിമിനൽ മെൻറ്റാലിറ്റി, അവർ ജാമ്യത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അവരെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റം. ഇതിപ്പോൾ സ്റ്റേറ്റ് ഇൻ്റലിജൻസിന് അറിവുണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളതിനൊരു ക്ലാരിറ്റി ഇല്ല. അതായത് ഈ ആലുവ അതുൽ എന്ന് പറഞ്ഞ ഈ വ്യക്തി ജാമ്യത്തിൽ ഇറങ്ങി ഒപ്പിടാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വന്ന് തിരിച്ചു പോകുമ്പോഴാണ് ഇവനെ വെട്ടിക്കൂട്ടുന്നത്. അതെ അതെ, ഒരു ഹൈവേയുടെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഏതോ പെട്രോൾ പമ്പിന്റെ അടുത്ത് എന്തോ വെച്ചിട്ടാണ്. ഓക്കെ, ഏതോ ഒരു കാറിൽ ഇന്നോവയിൽ ആൾക്കാർ വരുന്നു, ബെറ്റ കാറിനെ ഇടിച്ച് തടിയിടുന്നു, നേരെ ഒരു 5-6 ഇറങ്ങിപ്പോകുന്നു, അവിടെ ഇട്ട് തീർക്കുന്നു. ഒരു മനുഷ്യന്റെ ജീവൻ അവിടെ തീർന്നു. ഇത്രയേ ഉള്ളൂ ഇവിടെ നാട്ടിൽ. അപ്പോൾ ഒറ്റ വന്നത് പോലീസ് സ്റ്റേഷനിൽ തന്നെ ആവാനുള്ള ചാൻസ് അധികം കൂടുതലല്ലേ? അല്ലേ? ചാൻസ് ഉണ്ട്. പോലീസുകാരിൽ തന്നെ ചില ആളുകൾ ഒറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പോലീസ്, അതെ അതെ, കാണുമായിരിക്കും, ചിലപ്പോൾ നക്കാപ്പിച്ച കിട്ടയല്ലേ, അതുകൊണ്ട് അതും ചെയ്യാൻ മടിക്കത്തില്ല അവന്മാര്. പോലീസിനകത്ത് തന്നെ ഈ ഗുണ്ടാ സംഘങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ അന്വേഷിക്കേണ്ട ഒരു അവസ്ഥയല്ലേ? അന്വേഷിക്കണം. ഇവരെ ഫണ്ട് ചെയ്യുന്നത് ആരാണ്? ഇവരെ തീറ്റിപ്പുറ്റുന്നത് ആരാണ്? രാഷ്ട്രീയക്കാർക്ക് വേണ്ടി, മതനേതാക്കന്മാർക്ക് വേണ്ടി, പോലീസുകാർക്ക് വേണ്ടി, ബിസിനസ്സുകാർക്ക് വേണ്ടി ഒക്കെ ഈ ഗുണ്ടകൾ, ചെറിയ കുട്ടികളെ, ചെറിയ മക്കളെ അടക്കമാണ് ഇത് പല ഗ്യാങ്ങുകളുടെ പേരിട്ട് മാസ് റീൽസ് ഇട്ട് ലഹരി കൊടുത്ത്. അതെ അതെ, വളർന്നു വരുന്ന പുതുതലമുറ ഇത് കണ്ട് ഇൻസ്പയർ ആയി അവരും ഇങ്ങനെയൊക്കെ ആയി ചത്തുപോകില്ല, മരിച്ചു പോകില്ലെന്ന് ആര് കണ്ടു?
ആരെ വേണേ വെട്ടി. ഇവരുടെ ഒരു പാറ്റേൺ ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവർ ഒരാളെ തീർക്കാൻ പോകുമ്പോൾ ആദ്യം അടിക്കുന്നതും വെട്ടുന്നതും ഒക്കെ കാലിനാണ്, ഓടാൻ സമ്മതിക്കില്ല. ഇന്നലെ ഈ അലുവ അതുലിൻ്റെ കേസിലും അതാണ്ടായേ. കാറിലെ ഡോറ് തുറന്ന് ആദ്യം കുട്ടിക്കുന്നത് കാലിനാണ്, ഓടാൻ പറ്റില്ല. പിന്നെ ഓടാൻ പറ്റാത്ത ഒരാളെ അവിടെ ഇട്ടിട്ട് തീർത്ത് കളയും. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതിൻ്റെ പ്രാക്ടീസ് ഇവരെവിടെ ചെയ്യുന്നു? ഒറ്റയടിക്ക് ഇങ്ങനെ പോയി ചെയ്യുന്ന അതിന് ഒരു പ്രാക്ടീസ് വേണ്ടേ? ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് അതെ അതെ, കൊല്ലാനും മടിക്കില്ല, കൈ വിറക്കുന്നില്ല ഇവർക്കൊന്നും. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു വീഡിയോനകത്ത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു സാധനം കിടക്കുന്നത്. നിങ്ങൾ ഈ റോഡിൽ കൂടി പോകണം പറയാം, പട്ടികളാണ് ഇതിനൊക്കെ വെട്ടി കിട്ടിയ പാടുകൾ കണ്ടിട്ടുണ്ടോ? വെട്ടി പഠിക്കുകയാണ് ഗുണ്ടകൾ രാത്രി സമയങ്ങളിൽ. അത് ഡോഗ്സിനെ വെട്ടി പഠിക്കുക പോകണം ഇങ്ങനെ. അത് ആ കാലിൻ്റെ ഒരു മനുഷ്യൻ്റെ നിന്ന് കഴിഞ്ഞാൽ കാലിൻ്റെ ഹൈറ്റുള്ള ഒരു ഡോഗായി വെട്ടി ഇങ്ങനെ പോകും. എടാ ഇത് എന്തൊക്കെയാണ് കേൾക്കണേ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും ഇവിടുത്തെ പോലീസ് സിസ്റ്റം ബോധേഡ് അല്ല എന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല. ഇതൊന്നും CCTVയിൽ വരുന്നില്ലേ? പിന്നെ CCTV നോക്കുകുത്തിയാവുകയാണോ? കഷ്ടം തന്നെ. ഈ കഥനെ ബാക്കിയേക്കാം. പക്ഷേ സന്തോഷ് പേടിച്ചു തന്നെ സംഭവിച്ചു. 2025, അതായത് ഇന്നേക്ക് കൃത്യം ഏതാണ്ട് ഒരു വർഷം മുമ്പ് മാർച്ച് 27 പുലർച്ചെ 1:30 ആയപ്പോഴേക്കും ഇന്ന് കൊല്ലപ്പെട്ട അതുൽ ഉൾപ്പെടുന്ന സംഘം, 4 പേരടങ്ങുന്ന സംഘം ജിം സന്തോഷിനെ തേടിയ വീട്ടിലെത്തി. ആദ്യം അതുലും സംഘവും വാതിൽ വെട്ടിപ്പൊളിച്ച് കടന്നപ്പോൾ അമ്മയുടെ മുറിയിലായിരുന്നു. അവിടെ സന്തോഷിനെ കണ്ടില്ല. സന്തോഷ് ആ വീട്ടിലുണ്ടോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി കയ്യിൽ കരുതുന്ന തോട്ട പോലെയുള്ള സ്ഫോടക വസ്തുക്കൾ വലിച്ചെറിഞ്ഞ് അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ജിം സന്തോഷിനെ പുറത്തിറക്കി. അമ്മ നോക്കി നിൽക്കെ വെട്ടി നിലത്ത് വീഴ്ത്തി. ഏതാണ്ട് സന്തോഷ് കൊല്ലപ്പെട്ടു, മരിച്ചു എന്ന് കരുതിയാണ് അവർ പോകുന്നത്. പക്ഷെ സന്തോഷ് മരിച്ചിരുന്നില്ല. സന്തോഷ് ആ സമയവും ഏറ്റവും അവസാനം മരണമറ്റ് കിടക്കുന്ന സമയത്തും ഫോൺ എടുത്ത് ആംബുലൻസിൽ വിളിച്ച് എന്നെ രക്ഷിക്കണം ആവശ്യപ്പെട്ടു. ആംബുലൻസ് പോലീസും ഒക്കെ വന്ന് എടുത്തുകൊണ്ട് ആശുപത്രി പോയെങ്കിലും ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് തന്നെ സന്തോഷ് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ആ സന്തോഷിനെ ആക്രമിച്ചിട്ട് പോകുന്ന സമയത്ത് ഈ അതുലും സംഘവും ഇന്ന് അതുലിനെ വെട്ടാനുണ്ടായിരുന്ന അനീറിനെ വഴിയിൽ വെച്ച് വെട്ടുകയും ചെയ്തു. അങ്ങനെ അനീർ അവിടെ ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അപ്പം 2 പകയായിരുന്നു ഈ ഇന്നത്തെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഒന്ന്, ഇന്ന് അവിടെ ഉണ്ടായിരുന്ന അനീർ, അവനും പക ഉണ്ടായിരുന്നു കേട്ടാ, അവനെ എന്തോ വെട്ടിയിരിക്കണം, അതിന്റെ പകയായിരിക്കാം ഇന്ന് തീർത്തത്. ഞങ്ങളുടെ തലവനായിട്ടുള്ള ജിം സന്തോഷിനെ വെട്ടിയ പക. 2, അനീറിനെ വെട്ടിയ പക. അപ്പം ഈ സന്തോഷിനെ കൊന്നതിന്റെ 20ാമത്തെ ദിവസം തമിഴ്നാട്ടിൽ വെച്ച് അതുലിനെ പിടികൂടി. അതുൽ അങ്ങനെ ജയിലിലായി. അതിനുശേഷമാണ് ഏതാണ്ട് ഒരു 2-3 മാസം മുമ്പ് അതുല് ജാമ്യത്തിലിറങ്ങുന്നത്. ആ സമയത്ത് തന്നെ അതുലിനെ പിന്തുടരാനും കൊല്ലാനും എതിർ സംഘം, അനീർ ഉൾപ്പെടുന്ന ഓച്ചിറ സംഘം തീരുമാനിച്ചു, കരുനാഗപ്പള്ളി സംഘം തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പം അവരുടെ ഒരു പ്രധാനപ്പെട്ട എന്തൊക്കെ സംഘം ഓച്ചിറ സംഘം, കരുനാഗപ്പള്ളി സംഘം, ഓരോരോ നാട്ടിന്റെ പേരാണ്. അതിനെ അവന്മാരെ സംഘമാക്കി കളഞ്ഞു തെണ്ടികള്. തീരുമാനം എന്ന് പറയുന്നത് സന്തോഷ് കൊല്ലപ്പെടുന്ന ഒരു വർഷം തികയാൻ 13 ദിവസം, ഇന്ന് കഴിഞ്ഞ 13 ദിവസം കൂടി പോയാൽ മാർച്ച് 27. ആ മാർച്ച് 27 മുമ്പ്, അതായത് ഒരു വർഷത്തിന് മുമ്പ് പക തീർക്കണം, വൈരാഗ്യം തീർക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് അതുലിനെ ഇന്ന് പിന്തുടരുകയും പട്ടാപ്പകൽ നടുറോഡിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തത്. അതായത് 13 വർഷമായിട്ട് തുടരുന്ന ഒരു പക. ആ പകയ്ക്കിടയിൽ 2 പേരുടെ കൊലപാതകം നടക്കുന്നു. എന്നിട്ടും വാശിയോടുകൂടി ഇപ്പോഴും ആ സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കും. ഈ ആലുവ അതിനെ കൊല്ലാൻ വേണ്ടി കാർ എടുപ്പിക്കാൻ അവർ കൊണ്ടുവന്നത് ഒരു ഇന്നോവയാണ്. ഈ ആലുവ അതിലും ഗ്യാങ്ങും കൂടി തീർത്ത് കളഞ്ഞ ഈ ജിം സന്തോഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ തീർക്കാൻ അവർ അന്ന് കൊണ്ടുവന്നതും ഒരു ഇന്നോവയാണ്. ജിം സന്തോഷ് മരിച്ച ഒരു വർഷം തികയുന്നതിന് മുമ്പ് ആലുവ അതിനെ തീർക്കണമെന്നുള്ള ജിം സന്തോഷിന്റെ ടീം. നിങ്ങൾ ആലോചിക്കും, ഇവരുടെ പകയുടെ റേഞ്ചറാണ്. അപ്പോൾ അന്ന് ഉപയോഗിച്ചത് ഇന്നോവയിലാണ് ജിം സന്തോഷിനെ തീർക്കാൻ. ഒരു ഇന്നോവ ഉപയോഗിച്ച് അതിന് തട്ടിത്താഴും. ജിം സന്തോഷ് കാലിലുണ്ടായ കൂടെ കൊണ്ട് അടിച്ച് പൊട്ടിച്ച് കാലിൽ നിന്നുണ്ടായ മുറിവിൽ നിന്ന് രക്തം മാറുന്ന ഒലിച്ചാണ് ജിം സന്തോഷ് മരിക്കുന്നത്. അതുപോലെ തന്നെ ഇവനെയും പുറത്തിറക്കി ആദ്യം അടിച്ച് വെട്ടുന്നതിന്റെ കാലിലാണ് ആലുവ അതിൽ. ഇന്നാണ് തലക്കിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ വെട്ടിന് വെട്ട്, തലയ്ക്ക് തല, കുത്തിന് കുത്ത് എന്നുള്ള അതേ രീതിക്കല്ലേ ഇവരുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ എഗെയിൻ ചോദിക്കുന്നത്, ഇവിടുത്തെ പോലീസ് സിസ്റ്റം ഈ ഗുണ്ടകളൊന്നും ട്രാക്ക് ചെയ്യുന്നില്ലേ? അല്ലെങ്കിൽ ഇത്ര ഈസി ആയിട്ട് ഒരാളെ വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ ജാമ്യം? പക്ഷേ ഇവരെല്ലാം പിടിച്ചെന്നാണ് പറയുന്നത്. 4 പേരെ പിടിച്ചിട്ടുണ്ട്. ഈ കൊന്ന 4 ആൾക്കാരെയും പിടിച്ചിട്ടുണ്ട് പോലീസ് കോട്ടയത്ത് വെച്ചെന്ന് പറയുന്നുണ്ട്. എത്ര ദിവസം ഉള്ളിൽ കിടക്കും? ഒരാളെ കൊന്നതാണ്, ജീവപര്യന്തം കിടത്തണം. കൊടുക്കുന്ന ഒരു സിസ്റ്റമാണോ നാട്ടിലുള്ളത്? ഇവിടെ ഹെൽമെറ്റ് വെക്കാതെ പോയാലോ അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്താലടക്കം പിടിച്ചുകൊണ്ടുപോയി സ്റ്റേഷനിൽ നിർത്തി ഉള്ള വാലിൻ്റെ ഉള്ളിൽ കേട്ട് പെറ്റി അടച്ച് പണ്ടാണെങ്കിൽ പോകേണ്ട അവസ്ഥ. പാവപ്പെട്ടവരുടെ തലയിലേക്ക് കയറുമോ പോലീസുകാർ? ഇത് ഇത്ര കൊന്നാലും വിഷയമല്ല, 2-3 മാസം കൊണ്ട് ജാമ്യം കിട്ടുന്നു, പുറത്തിറങ്ങും. നാടിൻ്റെ പോക്കെ കേട്ടാ. പിന്നെ ഇവരൊക്കെ ഒളിക്കാനും ഒളിപ്പിക്കാനൊക്കെ ആളുകളുണ്ട്. വേറെ റിയാലിറ്റി. അതെ, ഒളിപ്പിക്കാനും മാത്രമല്ല, ഇറക്കാനും ആൾക്കാർ കാണും, ഇഷ്ടം പോലെ കാണും. ഇവരൊക്കെ പണിയെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ആരാണ് ഇവരെ ഫണ്ട് ചെയ്തത്? ഇവരുടെ പൈസ എവിടുന്നാണ്? ലഹരിയുടെ കച്ചവടം, അല്ലെങ്കിൽ ലഹരി ഇവർ വിൽക്കുന്ന ആർക്കൊക്കെ സ്വർണ്ണം പൊട്ടിക്കൽ, ലഹരി വിൽക്കലുണ്ടോ? ലഹരി കച്ചവടം, ഇങ്ങനത്തെ പല രീതിക്ക് ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ അലുവാദിന്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് വയനകം ബോയ്സ് എന്ന് പറഞ്ഞുള്ള ഒരു ഗ്യാങ്ങിനെ കുറിച്ചുള്ള റീൽസൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഗ്യാങ്ങുകളും അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റണം കൃത്യമായിട്ട്. ഇവരുടെയൊക്കെ ഡീറ്റെയിൽസ് എടുത്ത് വെച്ച് ഇവരുടെ ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യാൻ പറ്റണം. പൊതുജനത്തിന് ഭയങ്കര
സത്യം എങ്ങനെയാണ് ബാക്കിയുള്ള പാവപ്പെട്ട ആൾക്കാരെ ഇറങ്ങി നടക്കും സമൂഹത്തിൽ? എന്താ പറയുക, ബാധിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഗുണ്ടകളാണെന്നുണ്ടെങ്കിൽ ഇവന്മാരെ പിടിച്ച് അകത്തിടണം, പുറലോകം കാണിക്കരുത്. അപ്പോൾ ആർക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ആർക്കൊക്കെ വേണ്ടി ഉപകാരത്തിന് വേണ്ടിയിട്ട് ഇവന്മാരെ വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ ഏറ്റവും വലിയ മാഫിയ ലാൻഡ് മാഫിയാണ്. ഈ ലാൻഡ് മാഫിയയ്ക്ക് വേണ്ടിയിട്ട് സ്ഥലം പിടിച്ചെടുക്കാനും സ്ഥലത്തിൻ്റെ പേരിൽ കച്ചവടമാക്കാനും ഒന്നാമത് ഈ കൊച്ചി മെട്രോ സിറ്റീസിൽ അല്ലെങ്കിൽ അതിന് ചുറ്റുവട്ടത്തൊക്കെ ഈ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തതാണ്. പിന്നെ സ്പാ അടക്കമുള്ള കുറേ അങ്ങനത്തെ ആക്ടിവിറ്റീസ്, ഇവിടെയൊക്കെയുള്ള പൈസ പിരിവ്, പോലീസുകാരും ഗുണ്ടകളും തമ്മിലുള്ള എന്താ പറയുക അവിഹിത ബന്ധം, അങ്ങനെ വേണം. ഇതാണെങ്കിൽ കൊള്ളാതെ ഇതിന് നാട്ടിൽ എത്രത്തോളം ഇനി നമ്മൾ കാണേണ്ട ഒരു അവസ്ഥ വരും എന്നുള്ളതൊന്നും അറിയാൻ പാടില്ല. നമ്മൾ പ്രതികൾ തന്നെ പിടിച്ചിട്ടുണ്ട്, നാട്ടുകാരുടെ സഹായത്തിലാണ് പോലീസ് പിടിച്ച്. അതിന് കുറേ വിശ്വാസം വന്നിട്ടുണ്ടായിരുന്നു. ഈ പിടിച്ച ഇവന്മാർ മറ്റേ അലുവാദിൽ ഇറങ്ങിയ പോലെ അലുവാദിൻ്റെ തീർത്തവന്മാർ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞാൽ പുറത്ത് ഇത് അവന്മാരെ തീർക്കാൻ അടുത്ത ടീം അലുവാദിൻ്റെ ടീം വരും. തമ്മിൽ വെട്ടി, ഞാൻ അല്ലെങ്കിൽ തമ്മിൽ വെട്ടി കുത്തി ചാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി പിടിച്ചുകൊണ്ട് ഒരു വലിയ മറ്റേ എന്താ പറയുക വെയർ ഹൗസിൽ കൊണ്ടുപോയിട്ട്. ഈ പറഞ്ഞത് സത്യമാണ് കേട്ടാ. ഇപ്പൊ ഇവരെ മറ്റൊരു ബാച്ചിലുള്ളവരെ ഒരുത്തന്നെ തലവനെയാണ് കൊന്നിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പം ഈ എന്തായാലും 4 പേരെ പോലീസ് പിടിച്ചിട്ടുണ്ട്. സോ ഇനി ഇവർ ഇറങ്ങുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? മറ്റവന്മാര് നോക്കിയിരിക്കും കൊല്ലാന്ന്. ഇതൊക്കെയാണ് ഇവിടെ നടക്കണത്. മക്കളെ തമ്മിൽ കുത്തിയും വെട്ടിയും തീർത്തോളൂ. കാരണം നാടിനൊരു ഉപകാരമില്ലാത്തതായിട്ടാണല്ലോ. നാടിന് ഒരു ഉപകാരമില്ലെന്ന് പറയല്ലേ. നാടിന് ഉപകാരമില്ലെങ്കിലും ചില മുതലാളിമാർക്ക് ഉപകാരം ഉണ്ടല്ലോ. സോ ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആലുവ, അതുപോലെ കൊല്ലം, പത്തനാപുരം എന്തൊക്കെയാണ് ഇവിടെ ഓരോരോ ഗ്യാങ്ങുകൾ. സോ എന്തായാലും ഒരാൾ തട്ടിപ്പോയിട്ടുണ്ട്, 4 ആളെ പോലീസ് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ പക ഇനി 1 വർഷത്തിനകം അടുത്ത് തീർക്കുമായിരിക്കും. സോ നമുക്ക് അന്ന് വീണ്ടും വരാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും എല്ലാ റിയാക്ഷൻ വീഡിയോ നമ്മുടെ ഒരു ചാനൽ വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ഇതിലും മികച്ച നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ ഗൈസ്.